നഷ്ടക്കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, അതിന് നോട്ടീസും അയച്ചിട്ടുണ്ട്. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. സമൂഹത്തിന് മുന്നിൽ മാനത്തിൻ്റെ ഉടുകിനി കഴിഞ്ഞ് നിൽക്കുന്ന ആൻറ്റോ ആൻ്റണിക്ക് എന്ത് മാനനഷ്ട കേസ്? ഇവിടെ പ്രധാനമായ പ്രസക്തി ആൻറ്റോ ആൻ്റണി NN രാജുവിൻ്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപ വാങ്ങിച്ചു എന്നുള്ളതാണ്. NN രാജു പത്രസമ്മേളനം നടത്തിയത് വ്യക്തമാക്കിയിട്ടുണ്ട്. ആൻറ്റോ ആൻ്റണി പൈസ വാങ്ങിച്ചിട്ടൊന്നും സമ്മതിച്ചിട്ടുണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതിനെ സംബന്ധിച്ച് ആൻറ്റോ ആൻ്റണി മറുപടി പറയും, എങ്ങനെയാണ് പൈസ വാങ്ങിച്ചത്, എന്തിനാണ് പൈസ വാങ്ങിച്ചത്, ഇതെല്ലാം ആൻറ്റോ ആൻ്റണി പറയേണ്ട കാര്യമാണ്. ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്. ആൻറ്റോ ആൻ്റണി നെടുമ്പറമ്പിൽ അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് പണം പിൻവലിച്ചു, തന്ത്രിക്ക് അവർ 2.5 കോടി രൂപ നിക്ഷേപം ഉണ്ടെന്ന് അങ്ങ് ആദ്യം പറഞ്ഞ കാര്യമാണ്. ആ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? മാധ്യമങ്ങളിൽ വന്ന വാർത്ത എന്താണ്? തിരുവല്ലയിലെ ഒരു സ്വകാര്യ ഫൈനാൻസ് തന്ത്രി 2.5 കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ആ സ്ഥാപനം തകർന്നു പോയി മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത SIT പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് SIT പറഞ്ഞത് തന്നെ മാധ്യമങ്ങളിൽ വന്നു. പക്ഷെ അങ്ങ് അത് SIT കോട്ട് ചെയ്തുകൊണ്ട് അങ്ങ് പറയുമ്പോൾ അങ്ങേക്ക് ഒരു ആധികാരികത വേണ്ട ഇത് പറയുന്ന കാര്യത്തിനകത്ത്. മാധ്യമങ്ങളിൽ വന്ന വാർത്ത വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. പക്ഷെ ഒരാളുടെ പേരെടുത്താണ് പറയുന്നത്. ആൻറ്റോ ആൻ്റണി MP അവിടെ 2 കോടി രൂപ പിൻവലിച്ചു എന്ന് അദ്ദേഹത്തിന്റെ പേരെടുത്താണ് പറയുന്നത്. 2 കോടി രൂപ പിൻവലിച്ചു എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? ഇപ്പോഴും അതിലുറച്ചിരിക്കുന്നു. ആൻറ്റോ ആൻ്റണി അവിടുന്ന് 2 കോടി രൂപ പിൻവലിച്ചു എന്നുള്ള കാര്യം പിന്നെ NN രാജു വളരെ വ്യക്തമായി കൊടുത്താളും പറഞ്ഞു, വാങ്ങിച്ചാളും പറയുന്നു. അതല്ല, തന്ത്രി നിക്ഷേപിച്ച പണം ആൻറ്റോ പിൻവലിച്ചു എന്ന് അതങ്ങനെ പിന്നെ പറയട്ടെ, അതെന്താ വെച്ചാൽ അന്വേഷിക്കട്ടെ, അതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തട്ടെ. താങ്കൾ പറഞ്ഞ താങ്കളുടെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതെല്ലാം വളരെ വിശദമായി അല്ല അങ്ങ് ആരെ കോട്ട് ചെയ്താലും അങ്ങ് പറഞ്ഞ ഭാഗത്തിൽ അങ്ങ് ഉറച്ചു നിൽക്കുന്നു. ഇരുവർക്ക് അതെല്ലാം അന്വേഷിച്ചിട്ട് കണ്ടെത്തും. നമ്മൾ അന്ന് പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, അതെല്ലാം അന്വേഷിച്ച് കണ്ടെത്തട്ടെ. അല്ല അത് അന്വേഷണം 2ാമത്തെ ഘട്ടമാണ്. അങ്ങ് പറഞ്ഞ വാദത്തിൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറയാനുള്ളത് അതെല്ലാം അന്വേഷിച്ച് SIT പിന്നെ ഉണ്ട്, പിന്നെ ED ഉണ്ട്, അവരെല്ലാം അന്വേഷിച്ച് കണ്ടെത്തട്ടെ. സംശയം എന്താണ്, ഈ ആൻറ്റോ ആൻ്റണി MP തുക വാങ്ങിച്ചു എന്ന് സമ്മതിക്കുന്നുണ്ട്, തുക തിരിച്ചു കൊടുത്തു എന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ തുകയുടെ കാര്യം അദ്ദേഹം എന്തുകൊണ്ടായിരിക്കും പറയാതിരിക്കുന്നത്? അതെല്ലാം സംശയമില്ല അല്ലേ, അതെല്ലാം പരിഹരിക്കേണ്ടത്. ED കയ്യിൽ എൻ്റെ രേഖയൊക്കെ ഉണ്ട്, അവർ അന്വേഷിച്ച് കണ്ടെത്തിക്കൊള്ളു. ഇപ്പോൾ ED കഴിഞ്ഞ ദിവസം ED അത് പരിശോധിച്ചപ്പം അതുണ്ട്, പിന്നെ അതിലെ രേഖകളൊക്കെ അവർ പരിശോധിച്ചിട്ടുണ്ട്, അവരുടെ കയ്യിൽ എൻ്റെ രേഖയൊക്കെ ഉണ്ട്, അവർ പരിശോധിച്ചു. നോട്ടീസിനുള്ള മറുപടി എന്താണ്? നോട്ടീസ് പറഞ്ഞിരിക്കുന്നത് അങ്ങയുടെ Facebook പോസ്റ്റ് അത് പിൻവലിക്കണം, അതിനുശേഷം 15 ദിവസത്തിനകം നിരുപാധിക മാപ്പ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. മാപ്പ് പറയുമോ? മാപ്പ് പറയും, അതിന് നിയമപരമായി തന്നെ നേരിടുമല്ലോ. അല്ല മാപ്പ് പറയുമോ? എന്തിനാ മാപ്പ് പറയുന്നത്? മാപ്പ് പറയേണ്ടത് ആൻറ്റോ ആൻ്റണിയാണ്. എന്താ പറയുക, ഞാനിങ്ങനെ പൈസ വാങ്ങിച്ച് എനിക്ക് ആവശ്യമുള്ള എന്നോട് ക്ഷമിക്കണമെന്ന് സമൂഹത്തോട് അദ്ദേഹം മാപ്പ് പറഞ്ഞു. 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം ചോദിച്ചത്. 1 കോടി രൂപ ചെറിയ തുകയല്ല. അല്ല, ചെറിയല്ല, ആയിക്കോട്ടെ. MPയുടെ പുറകിൽ തന്നെയാണോ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്? ബാക്കി കാര്യങ്ങളിലൂടെ ഇനിയും വരുമല്ലോ. ഇനി ബാക്കിയുടെ കാര്യങ്ങളിലൂടെ വരുന്നുണ്ട്. സാമ്പത്തിക ക്രമക്കേടുകളുടെ ബാക്കി പട്ടികകൾ വരുന്നുണ്ട്. ജില്ലയിലെ മറ്റു ഭാഗങ്ങളിൽ നിന്നും മറ്റെന്തെല്ലാം വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് അതിൻ്റെ എല്ലാം കണക്കുകൾ വരുന്നുണ്ട്.